ഹായ് ഓൾ, ഹായ് മൈ ഫ്രണ്ട്സ് ഇൻ യൂട്യൂബ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവർഷ ആശംസകൾ. പുതിയ വർഷം നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സമാധാനവും ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇതുവരെ നിങ്ങൾ എനിക്ക് തന്ന എല്ലാവിധ മോറൽ സപ്പോർട്ട്സിനും ഞാൻ എന്നും നന്ദിയുള്ള ഒരാളായിരുന്നു. എപ്പോഴും നിങ്ങളെ ഞാൻ നന്ദിയോടെ ഓർക്കും. പുതിയ വർഷത്തിലും നിങ്ങളുടെ സ്നേഹവും സഹകരണവും ഒക്കെ ഞാൻ വളരെയധികം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. അപ്പോൾ നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോകുമ്പോൾ ഒരു ചെറിയ ചിന്ത നമുക്ക് ഉണ്ടാകും. എങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷം ഞാൻ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഞാൻ എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ തന്ന ആൾക്കാരെ നമുക്ക് ഓർക്കാം. നമ്മളോടൊരുപാട് കടപ്പാടും നമ്മളോടൊരുപാട് സ്നേഹവും ആത്മാർത്ഥതയും ഒക്കെ നമ്മളോട് കാണിച്ചവരെ നമുക്ക് ഓർക്കാം. എന്നാൽ നമ്മളെ വേദനിപ്പിച്ചവരെയും നമ്മളെ പരിത്യജിച്ചവരെയും നമ്മളെ അപമാനിച്ചവരെയും കൂടെ നിന്ന് നമ്മളെ ചതിച്ചവരെയും എല്ലാവരെയും നമ്മൾക്ക് വീണ്ടും നമ്മൾ അവരെ മറക്കാൻ പാടില്ല, അവർ ഓർക്കണം. കാരണം 2026 ഒരു കാരണവശാലും നമ്മളെ വേദനിപ്പിച്ചവരെ ആരെയും തന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലോട്ട് കൂട്ടാതിരിക്കാൻ ശ്രമിക്കണം. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മളവരോട് ക്ഷമിക്കുക. പക്ഷേ നമ്മൾ എന്താണ് അത് വീണ്ടും കൂട്ടാതിരിക്കാൻ ശ്രമിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവർ വീണ്ടും ഇത് തന്നെ ചെയ്യും. കാരണം അതവരുടെ നാച്ചറാണ്, അത് നമ്മൾ മനസ്സിലാക്കിയതാണ്, അവരുടെ സ്വഭാവമാണ് ഇതെന്ന് നമ്മൾ തിരിച്ചറിയുക. അവരെ നമ്മൾ 2026 കൂടെ കൂട്ടാതിരിക്കുക. കാരണം 2026 നമ്മളെ ജീവിതം കൂടുതൽ സന്തോഷകരമാകാനും മനോഹരമാക്കാനും ചില തിരുത്തലുകൾ, ചില ഒഴിവാക്കലുകൾ നമുക്ക് അത്യാവശ്യമാണ് എന്നാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. 2025 നമ്മൾ ആരുടെയൊക്കെ കണ്ണുനീരൊപ്പി, നമ്മൾ ആർക്കൊക്കെ താങ്ങായി നിന്നു, നമ്മൾ ആർക്കൊക്കെ തണലായി, നമ്മൾ ആരെയൊക്കെ സഹായിച്ചു, നമ്മൾ ആരെയൊക്കെ കൂടെ ചേർത്ത് നിർത്തി, ഇതൊക്കെ നമ്മളും സ്വയം ഒന്ന് വിലയിരുത്തുക. നമ്മൾ എന്തുമാത്രം ആഡംബരം ഡ്രസ്സുകൾ വാങ്ങി, എത്ര മാത്രം ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രമാത്രം പണം ചെലവഴിച്ചു, നമ്മൾ എത്ര പുതിയ കാറുകൾ വാങ്ങി, പുതിയ വസ്ത്രങ്ങൾ വാങ്ങി, പുതിയ ആഡംബര വസ്തുക്കൾ വാങ്ങി, എത്രമാത്രം പണം ബാങ്കിൽ സമ്പാദിച്ചു. ഇതൊന്നും അല്ല. നമ്മൾ എത്ര പേർക്ക് ആശ്വാസമായി, എത്ര പേരെ താങ്ങി, എത്ര പേർക്ക് തണലായി, നമ്മൾ എത്ര പേരെ നമ്മൾ സഹായിച്ചു, ഇതൊക്കെയാണ് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ 2026 നമ്മൾ പ്രവേശിക്കുമ്പോഴും നമുക്കൊന്ന് നിൽക്കാം, ചിന്തിക്കാം. കാരണം നമ്മളൊരു വളരെ തിരക്കുള്ള ഒരു റോഡിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത്. വലതും ഇടതും വശവുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് നമ്മുടെ മുന്നിൽ വരുന്ന വൈതരണികൾ, തടസ്സങ്ങൾ, ഇതൊക്കെ നമ്മൾ ആലോചിക്കുക, നമ്മൾ നോക്കുക, നമ്മൾ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുക. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് സൈൻ ബോർഡ്സ് കാണും. എന്തിനാണ് ഈ സൈൻ ബോർഡ്സ്? നമുക്ക് വഴിതെറ്റാതെ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എത്ര തന്നെ ശ്രദ്ധിച്ചാലും നമുക്ക് വഴിതെറ്റാറുണ്ട്. അപ്പോൾ വഴിതെറ്റുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? യൂ ടേൺ എടുക്കുക, തിരികെ ശരിയായ ദിശയിലൂടെ പോവുക. ശരിയായ ദിശയിലേക്ക് പോകുമ്പോൾ അയ്യോ നമുക്ക് അവിടെ വഴിതെറ്റിപ്പോയല്ലോ എന്നോർത്ത് വിഷമിക്കരുത്. കാരണം നമുക്കിപ്പോൾ വഴിതെറ്റുക അല്ലെങ്കിൽ നമ്മൾ ആ തെറ്റായ വഴിയിലേക്ക് പോവുക എന്നുള്ളത് അവിടെ സംഭവിച്ചേ മതിയാകൂ എന്നുള്ളത് കൊണ്ട് അത് നമ്മുടെ ഒരു ഒരു വിധി കൂടിയാണ് ഇങ്ങനെ വഴിതെറ്റേണ്ട അവസ്ഥകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ആ വഴിതെറ്റിയ കാര്യങ്ങൾ നമ്മൾ തിരുത്തിയിട്ട് നമ്മൾ തിരുത്തി നമ്മൾ മുന്നോട്ട് പോവുക, വീണ്ടും ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുക. ഇതൊക്കെയായിരിക്കണം നമ്മൾ 2026 ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ 2026 എടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഞാൻ 2025 ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു, ആരോട് ദേഷ്യപ്പെടില്ല എന്ന്. പക്ഷേ 2025 ഏകദേശം ഒരു സെപ്റ്റംബർ മാസം വരെ എനിക്കത് പറ്റി. ഞാൻ ആരോടും അനാവശ്യമായിട്ട് ദേഷ്യപ്പെടാറില്ലായിരുന്നു. അനാവശ്യമായിട്ടും ആവശ്യത്തിന് ഞാൻ ദേഷ്യപ്പെടാം. ഞാൻ 2025 എടുത്ത ഒരു പ്രതിജ്ഞ അതാണല്ലോ എന്നോർത്ത് ഞാൻ മുന്നോട്ട് പോകുകയായിരുന്നു. അതിലെനിക്ക് സെപ്റ്റംബർ വരെയൊക്കെ വിജയിക്കാൻ പറ്റുള്ളൂ, അതെനിക്കറിയാം. പക്ഷേ 2026 ഞാൻ എടുക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിജ്ഞയുണ്ട്, മൗനം. അതായത് നമുക്ക് എഗെയിൻസ്റ്റായിട്ട് പറയുന്ന ആൾക്കാരോട് അതേ നാണയത്തിൽ തിരിച്ചടിക്കാതെ നമ്മൾ മൗനം എന്ന വലിയ ഒരു വജ്രായുധം എടുക്കുക എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ പഠിച്ച കാര്യമാണ്. മൗനം. നമ്മൾ സ്വയം ഒരു ഗോൾ പോസ്റ്റ് ആകാതിരിക്കുക, ആകുക. അതായത് ഗോൾ പോസ്റ്റ് ആകാതിരിക്കുക, സ്വയമായിട്ടൊരു ഗോളിയാവുക എന്ന് ഞാൻ പറഞ്ഞത്. നമുക്കെതിരെ വരുന്ന എറികളുണ്ടല്ലോ, നമ്മളെ ആൾക്കാർ എറിയുമല്ലോ ആവശ്യമില്ലാതെ, അനാവശ്യമായിട്ട് നമ്മുടെ പുറത്ത് ഓരോന്ന് വാരി എറിയുമല്ലോ. ആ എറികളൊക്കെ തടുക്കുക, അതാണ് ഞാൻ ഗോൾ പോസ്റ്റ് ആകരുതെന്ന് പറഞ്ഞത്. ഗോളിയാവുക, തടുക്കുക, നമ്മുടെ പുറത്ത് കൊള്ളാതിരിക്കുക. നമ്മൾ ആ തടുക്കുന്ന ബോൾ എടുത്ത് തിരിച്ചറിയേണ്ട, നമ്മൾ വെക്കുക, സൂക്ഷിക്കുക, നമ്മുടെ പുറത്ത് കൊള്ളാതിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മൗനം വജ്രായുധമാക്കി മുന്നോട്ട് പോവുക 2026 എന്നാണ് ഞാൻ ആലോചിക്കുന്നത്.
അപ്പോൾ എല്ലാവരുടെയും സ്നേഹവും സഹകരണം ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്മകൾ വരട്ടെ. എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ദൈവത്തോട് എല്ലാവരും അടുത്തിരിക്കുക. ദൈവസഹായം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.